ഫുള്ള് ഗ്ലാസ്സുകൾ നമ്മൾ അയച്ചു മാറ്റി. അതേപോലെ ഹെഡ്ലൈറ്റ്, ഗ്രില്ല്, ഇതിൻ്റെ കംപ്ലീറ്റ് ബോഡി പാർട്സ് നമ്മൾ അയച്ചു മാറ്റിയതിന് ഈ വാഹനം ഓടിച്ചു പോകുമ്പോഴേ ഗിയറൊക്കെ ഇങ്ങനെ മാറ്റി നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഓടിച്ചു പോവാം. പടർന്ന് രണ്ട് ഭാഗത്തുനിന്നും പടർന്ന് രണ്ട് വെറൈറ്റി പൂവൊക്കെ ഉണ്ട്. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമ്മളിത് കൊടുക്കാത്ത അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ ഏതാണെന്നൊക്കെ ചോദിച്ച് കമൻറ്റ് കാണാറുണ്ട്. ഏകദേശം 4 ലക്ഷം രൂപയോളം ഓൺ റോഡ് പ്രൈസ് വരുന്ന വണ്ടിയാണ് സഫാരി കാർസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മളുള്ളത് വീട്ടിലാണ്. നല്ല വെയിലുള്ള സമയത്താണ് ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഇതാണ് നമ്മളൊരു വീട്ടിലൊരു ഊഞ്ഞാൽ സെറ്റ് ചെയ്ത് കുറേ കാലത്തെ പ്രയത്നത്തിന് ശേഷമാണ് ഇത്തരത്തിൽ ഈ ഊഞ്ഞാൽ നമ്മൾ മാറ്റിയെടുത്ത്. അപ്പോൾ നിങ്ങളെയും പാടെ കാണിക്കാമെന്ന് കരുതി ചെറിയൊരു വീഡിയോ ആണ്, ഒരു വ്ളോഗാണ്. അപ്പോൾ കുറച്ച് വാഹനങ്ങളും നിങ്ങളെ കാണിക്കുന്നുണ്ട്. ഇതാണ് ബോഗൺവില്ല ചെടി നമ്മളിതിൽ പടർത്തി നല്ല പൂവിട്ട് നല്ല രാവിലെ തന്നെ നമ്മൾ എണീറ്റ് വരുമ്പോൾ അതിമനോഹരമായ കാഴ്ചയാണ് കാണുന്നത്. അത് നിങ്ങളെയും പാടെ കാണിക്കാമെന്ന് കരുതി. അതായത് ഒരുപാട് കാലമായിട്ട് ഇതിന്മേൽ പടർത്തി വന്ന് ഇതിൽ പടർന്ന് രണ്ട് ഭാഗത്തുനിന്നും പടർന്ന് രണ്ട് വെറൈറ്റി പൂവൊക്കെ ഉണ്ട്. ഇതിൻ്റെ അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നല്ല തണലാട്ടോ, ഏത് വെയിലത്ത് വന്ന് നമുക്ക് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല തണലാണ്. ഇപ്പോൾ നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മളെ ഫിയറ്റ് പത്മിനി. ഈ വാഹനം കുറച്ച് മുന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളെ കാണിച്ചിരുന്നു. ഈ ഒരു വാഹനം വാങ്ങിയതിന് ശേഷം നമ്മൾ പിന്നെ റീസ്റ്റോറേഷൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഘട്ടം എന്നോണം മെക്കാനിക്കൽ വർക്ക് ഫുള്ളായിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ ഭാഗമാണ് ഈ കാണുന്നത്. ഏകദേശം 40,000 രൂപേൻ്റെ മുകളിൽ 42,000 രൂപേൻ്റെ ബില്ലുണ്ട്. എല്ലാ സ്പെയറും മെക്കാനിക്കൽ ഭാഗം കൊണ്ട് മാറ്റേണ്ടതായിട്ടുള്ള എല്ലാ സ്പെയറും നമ്മൾ മാറ്റി. ബെൽറ്റുകൾ, ഓയിൽ, അതിൻ്റെ പിന്നെ ലീഫ് സെറ്റിൻ്റെ സംഭവങ്ങൾ, അതേപോലെ ഇതിൻ്റെ പൈപ്പുകൾ, അതേപോലെ കുറച്ച് സ്മോക്ക് കുറച്ച് കൂടുതലുണ്ട്. അതിന് വേണ്ടി അതിൻ്റെ ഹെഡ് കാര്യങ്ങൾ എല്ലാം കംപ്ലീറ്റ് വർക്ക് എടുത്തിട്ട് ബ്രേക്ക് കാര്യങ്ങൾ, ബ്രേക്കിൻ്റെ ലൈനർ സംഭവങ്ങളൊക്കെ വർക്ക് എടുത്തപ്പോൾ നല്ല റണ്ണിങ് കണ്ടീഷനിൽ അടിപൊളി വണ്ടിയായി മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാൻ ഇതിൻ്റെ ബോഡി പാച്ച് വർക്ക് എടുക്കണം, പെയിൻറ്റിങ് എടുക്കണം, സീറ്റ് വർക്ക് എടുക്കണം. അപ്പോൾ അത്തരം പരിപാടികളൊക്കെ ഈ ഒരു വണ്ടിയിൽ നമ്മൾ ചെയ്യാണ്ട് കംപ്ലീറ്റ് വർക്ക് എടുത്തിട്ട് ഒരു പുതുപുത്തൻ വണ്ടിയാക്കാനുള്ള പരിപാടിയാണ്. അതൊക്കെ വരും വീഡിയോയിൽ ഇതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളും എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്, എത്ര രൂപ ചിലവായി കാര്യങ്ങളൊക്കെ നിങ്ങളീ പരിചയപ്പെടുത്തുക. അപ്പോൾ ഇന്ന് ഈ ഒരു ചെറിയൊരു പ്രൊജക്റ്റ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ഫസ്റ്റ് വർക്ക് കഴിഞ്ഞ് വന്നു. ഏകദേശം 1 മാസത്തോളമായി ആ വർക്കിന് ഇട്ടിട്ട്. നമ്മൾ വണ്ടൂർ അവിടെ ഇതിൻ്റെ സ്പെഷ്യൽ വർക്ക്ഷോപ്പ് ഉണ്ട്. അവിടെ കൊണ്ടുപോയിട്ടാണ് നമ്മൾ ആ വർക്ക് കാര്യങ്ങളൊക്കെ എടുത്തത്. ഇത് കണ്ടോ, ഹാൻഡ് ഗിയറാണ്, സ്റ്റിയറിംഗ് ഗിയർ എന്ന് പറയും. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഗിയർ വരുന്ന വാഹനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഓടിച്ചു പോകാനും കാര്യങ്ങൾക്കൊക്കെ. പിന്നെ ഈ ഒരു ഫിയറ്റ് പത്മിനി ഓടിക്കുമ്പോൾ ഒരു കംഫർട്ടാണ്, അത് വേറെ ലെവലാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇഷ്ടം കൊണ്ടാണ് ഇത്തരത്തിൽ നമ്മൾ ഒരു കംപ്ലീറ്റ് റിസ്റ്റോറേഷൻ ചെയ്ത് നമുക്ക് നമ്മളൊരു ആഗ്രഹത്തിന് വേണ്ടി ചെയ്യുകയാണ്. അപ്പോൾ അത് നിങ്ങളെ കാണിക്കാമെന്ന് കരുതി. വരും വീഡിയോസിലൊക്കെ അതിൻ്റെ അപ്ഡേഷന് കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കുന്നുണ്ട്. ഇനി നമ്മളിത് ഇവിടെ സ്റ്റോക്കിൽ ഇത് നമ്മൾ അംബാസഡറാണ്. ഇത് നമ്മൾ കൊടുക്കാത്ത വാഹനങ്ങളാണ്. അപ്പോൾ നമ്മളിത് കൊടുക്കാത്ത അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ ഏതാണെന്നൊക്കെ ചോദിച്ച് കമൻറ്റ് കാണാറുണ്ട്. നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഉപയോഗിക്കുന്ന വാഹനമൊന്നുമില്ല. എങ്കിലും ഇത്തരം വാഹനങ്ങളോടാണ് നമുക്ക് വലിയൊരു ഇഷ്ടം. കാരണം ഈ ഇപ്പോൾ അംബാസഡർ, പത്മിനി, അതേപോലെ കോണ്ടസ, ടാറ്റ എസ്റ്റേറ്റ് ഇതൊന്നും വർക്ക് ചെയ്യാനുള്ള വണ്ടിയാണ്. നമ്മൾ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു അടിപൊളി സെറ്റപ്പ് വണ്ടിയാക്കി ഇറക്കുന്നുണ്ട്. അപ്പോൾ അതും നിങ്ങളെ വീഡിയോയിലൂടെ നമ്മൾ കാണിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ വീഡിയോസിലൂടെ വരും. പിന്നെ നമുക്കിവിടെ ഒരു ഇൻ്റർസെപ്റ്റർ ഇപ്പോൾ പുതിയൊരു വാഹനം വന്നിട്ടുണ്ട്. 2019 മോഡലാട്ടോ. അപ്പോൾ ബൈക്കിനായിട്ട് ആരെങ്കിലും ഇൻ്റർസെപ്റ്റർ ഇത്തരം ഒരു പ്രീമിയം ബൈക്കിനായിട്ടൊക്കെ താല്പര്യമുള്ള ആളുകൾക്ക് കോൺടാക്ട് ചെയ്യുക. ഏകദേശം 4 ലക്ഷം രൂപയോളം ഓൺ റോഡ് പ്രൈസ് വരുന്ന വണ്ടിയാണ്. കറക്റ്റല്ല, ഏകദേശം 4ൻ്റെ അടുത്ത് വില ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇത് ഏകദേശം 2,45,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. 2019 വണ്ടിയാണ്. 12,000 കിലോമീറ്ററേ വാഹനം ഓടിയിട്ടുള്ളൂ. 2019 മോഡൽ വണ്ടിയാണ്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇനി നമ്മൾ നേരെ ഈ വാഹനം എടുത്തിട്ട് നമുക്ക് വർക്ക്ഷോപ്പ് പോകാം. അപ്പോൾ ഈ വാഹനം നമ്മൾ ഓടിക്കാൻ പോവാണ്. ഇത് ഫസ്റ്റ് ഈ ഡീസൽ വണ്ടി, പഴയ വിൻറ്റേജ് വാഹനങ്ങളൊക്കെ നമ്മൾ ഹീറ്റാക്കിയിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. നമ്മൾ ചാവി ഓണാക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു ലൈറ്റ് കത്തുണ്ട്. ഇതുണ്ടോ, ഈ ലൈറ്റ് കെട്ടതിന് ശേഷം മാത്രം സ്റ്റാർട്ട് ചെയ്യുക. അപ്പോഴുള്ള വണ്ടി ഒറ്റയടിക്ക് നമുക്ക് സ്റ്റാർട്ട് ആയി കിട്ടുള്ളൂ. അപ്പോൾ ഓഫായി. ഇത് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് ആണ്. വെയിറ്റ്. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ പഴയ വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോഴേ നമ്മൾ ചെറിയ രീതിയിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് എന്തായാലും വേണ്ടത്. ഇതാണ് ഈ ഗിയർ. ഇപ്പോൾ നമ്മൾ റിവേഴ്സ് ഗിയർ കിട്ടും. ഫുള്ള് പ്രസ് ചെയ്തിട്ട് താഴോട്ട് ഇട്ട് കഴിഞ്ഞാൽ റിവേഴ്സ് ഗിയറായി. ആ ഒരു പിന്നെ ഇപ്പോഴത്തെ വാഹനങ്ങളിലൊന്നും കാണാത്ത അല്ലെങ്കിൽ ഒരു യുണീക്ക് സ്റ്റൈലിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കൊക്കെ പറ്റിയൊരു വാഹനമാണ് ഇത്തരം വാഹനങ്ങൾ. പിന്നെ ഇതിൻ്റെയൊക്കെ റോഡ് പ്രസൻസ് പറഞ്ഞാൽ അത് വേറെ ലെവലാണ്. ഒന്ന് ഫുള്ള് മോഡിഫൈ ചെയ്ത് അടിപൊളിയായിട്ട് കൊണ്ടടക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു വാഹനത്തിൻ്റെ വൃത്തി കിട്ടുള്ളൂ. സ്റ്റിയറിങ് പവർ സ്റ്റിയറിങ് അല്ല, നോർമൽ സ്റ്റിയറിങ് ആണ്. അപ്പോൾ അതിൻ്റേതായ കോംപ്രമൈസ് നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ നിർത്തിയിട്ട് നമ്മൾ ഓടിക്കുമ്പോഴുള്ളൂ ഈ ടൈറ്റ് ഉണ്ടാവുള്ളൂ. ഓടിച്ചു പോകുമ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക്
ഓടിച്ചു പോകാൻ പറ്റും. ഇപ്പോൾ സെക്കൻഡ് ഗിയർക്ക് മാറി ഇതിൻ്റെ ആ ഒരു ഗിയർ മാറ്റി പോകുമ്പോൾ ഒരു ആവേശം ഉണ്ടല്ലോ, അത് വേറെ ലെവലാട്ടോ. അപ്പോൾ നമ്മൾ പുതിയ വാഹനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പ്രീമിയം വാഹനങ്ങൾ, ഇപ്പോൾ പുതിയ മോഡൽ വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുന്നതിലൊക്കെ ഉപരി നമുക്കൊരു എന്താ പറയുക, ഒരു അഡ്വഞ്ചർ അല്ലെങ്കിൽ ഒരു വേറൊരു ഫീലാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം ഇത്തരം സെഗ്മെൻറ്റ് വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് അറിയാം. ഇപ്പോൾ വിൻറ്റേജ് സെഗ്മെൻറ്റ് വണ്ടികൾ എടുത്തു കളക്ഷൻസ് അല്ലെങ്കിൽ ഒരു മ്യൂസിയം പോലെയൊക്കെ ഉണ്ടാക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് പറഞ്ഞാൽ ഭയങ്കര കാരണം നമുക്കൊന്നും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അത്രത്തോളം ഇൻവെസ്റ്റ്മെൻറ്റും ഉണ്ടാവും, അത്രത്തോളം അവരുടെ അധ്വാനം ഉണ്ടാവും. ഇത് കൊണ്ടിറക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, ഇതിൻ്റെ സ്പെയർ കാര്യങ്ങൾ, ഈ വണ്ടിനെ പറ്റി നല്ലോണം അറിയുന്ന ആളുകൾക്കേ ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഈ വാഹനം ഓടിച്ചു പോകുമ്പോഴേ ഗിയറൊക്കെ ഇങ്ങനെ മാറ്റി നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഓടിച്ചു പോവാം. ഇപ്പോൾ ഫോർത്ത് ഗിയറായി. ഈ വണ്ടിൻ്റെ വലിയ ഓടിച്ചൂടാവുന്നിടത്തോളം ഈ വണ്ടിൻ്റെ പെർഫോമൻസ് കൂടും. അതാണ് പത്മിനിൻ്റെ പ്രത്യേകത. നമ്മൾ എത്രത്തോളം ഇത് വണ്ടി ഓടി എൻജിൻ ചൂടാവുന്നോ അത്രത്തോളം ഈ വാഹനത്തിൻ്റെ വലിയ സ്മൂത്തും കാര്യങ്ങളൊക്കെ കൂടും. അങ്ങനെ നമ്മൾ വർക്ക്ഷോപ്പിലെത്തി. ഇനി നമ്മളിത് വർക്കിനിടാൻ പോകണം. ഇപ്പോൾ നമ്മളിവിടെ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഈ വണ്ടി വർക്ക്ഷോപ്പിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇനി പരിപാടി തുടങ്ങാൻ പോവാണ്. ഇതിൻ്റെ ലാസ്റ്റ് ഘട്ടമായി വരുമ്പോൾ നിങ്ങളെ തീർച്ചയായിട്ടും കാണിക്കും. എല്ലാം കംപ്ലീറ്റ് പണിയെടുക്കാം കേട്ടോ. ഫുള്ള് ചുരണ്ടി പെയിൻ്റ് അടിക്കാനുള്ള പരിപാടിയാണ്. എല്ലാ പാർട്സും നമ്മൾ മാറ്റുന്നുണ്ട്. ഈ സംഭവങ്ങളൊക്കെ മാറ്റുന്നുണ്ട്, ഇതൊക്കെ മാറ്റുന്നുണ്ട്. അതേപോലെ ഈ ക്രോം വരുന്ന ടൈപ്പുകളൊക്കെ നമ്മൾ ക്രോമൊക്കെ അയച്ച് മാറ്റി ക്രോം ഫിനിഷിങ് ചെയ്യും. മൊത്തത്തിൽ കംപ്ലീറ്റ് വർക്ക് ചെയ്യും. 3 കളർ നമ്മളെ മനസ്സിലുണ്ട്. ആ 3 കളറിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ അടിച്ച് അടിപൊളിയാക്കിയിട്ട് നിങ്ങളെ മുന്നിൽ തീർച്ചയായിട്ടും കാണിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വിശേഷത്തിലോട്ട് പോവാം. അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മളെ ഫിയറ്റ് പത്മിനിൻ്റെ വർക്ക് എത്തി നിൽക്കുന്ന സ്റ്റേജാണ് ഇപ്പോൾ നിങ്ങളെ കാണിക്കുന്നത്. ഇപ്പോൾ നമ്മൾ വീഡിയോ തുടങ്ങുന്നത് വർക്ക്ഷോപ്പിൽ ഏൽപ്പിക്കുന്ന ഭാഗങ്ങളൊക്കെ നിങ്ങൾ കണ്ടു. അപ്പോൾ ഇതിൻ്റെ ഒരു അപ്ഡേഷനും പാടെ നിങ്ങളെ കാണിക്കാമെന്ന് കരുതി. നമ്മൾ ഈ ഒരു വാഹനം വർക്ക് ചെയ്യുമ്പോഴേ ഇതിൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ പുറമെ നമ്മളൊരു വലിയൊരു ആഗ്രഹം തന്നെയാണ് ഇത്തരത്തിലൊരു പത്മിനി ഫുൾ റീസ്റ്റോറേഷൻ, ഒരു പുതിയ വാഹനം എങ്ങനെയാണോ വരുന്നത് ആ കണ്ടീഷനിലോട്ട് മാറ്റണമെന്ന്. അപ്പോൾ ആ കണ്ടിരുന്ന വാഹനം ഫുള്ള് ഗ്ലാസ്സുകൾ നമ്മൾ അയച്ചു മാറ്റി, അതേപോലെ ഹെഡ്ലൈറ്റ്, ഗ്രില്ല്, ഇതിൻ്റെ കംപ്ലീറ്റ് ബോഡി പാർട്സ് നമ്മൾ അയച്ച് മാറ്റിയതിന് ശേഷം പെയിൻറ്റ് ഫുള്ള് നമ്മൾ ചുരണ്ടി കളഞ്ഞ് പാച്ച് വർക്ക് ചെയ്ത് ഫ്ലാറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ പാച്ച് വർക്ക് ചെയ്തു. ഇതുണ്ടോ, ഫ്ലാറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ പാച്ച് വർക്ക് ചെയ്ത് നല്ല കണ്ടീഷനിലാക്കി. ഇതിൻ്റെ മെക്കാനിക്കൽ ഇപ്പോൾ ഈ കണ്ടീഷനിലാണെങ്കിലും ഓടിച്ചു പോകാൻ പറ്റിയ കണ്ടീഷനിൽ തന്നെയാണ് വാഹനമുള്ളത്. പുതിയ ബാറ്ററി കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല കണ്ടീഷനിലാണ് മെക്കാനിക്കൽ ഭാഗം കൊണ്ട് ഈ ഒരു വാഹനമുള്ളത്. ഇപ്പോൾ ബോഡി ഭാഗം കണ്ടോ, ഇതൊക്കെ ചിരണ്ട് ഇതിൻ്റെ കറക്റ്റ് ബോഡിയാണ്. ഇതിൽ പെയിൻറ്റോ പ്രൈമറോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. ഇതിൻ്റെ ബാക്ക് ഗ്ലാസും സൈഡ് ഗ്ലാസും ഫ്രണ്ട് ഗ്ലാസും കാര്യങ്ങളൊക്കെ നമ്മൾ അയച്ചു മാറ്റി. അപ്പോൾ അത്തരത്തിലാണ് ഈ ഒരു വാഹനം ഉള്ളത്. കാരണം ഈ ഒരു വാഹനം നമ്മൾ വർക്ക് എടുക്കാനൊരു കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്റ്റിയറിംഗ് ഗിയർ കണ്ടോ, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഈ ഒരു വാഹനം ഓടിക്കാൻ. അപ്പോൾ ഇത്തരത്തിലൊരു വാഹനം വർക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇത് നല്ല കണ്ടീഷനുള്ളൊരു വാഹനം നമ്മൾ യൂസർ സെഗ്മെൻറ്റിൽ വാങ്ങിക്കുന്നതിലേറെ പ്രൈസ് വരും ഈ ഒരു വാഹനം നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ. അത്രത്തോളം ക്വാളിറ്റിയിലാണ് ഈ ഒരു വാഹനം വർക്ക് ചെയ്യുന്നത്. സെയിലിനുള്ള വാഹനമോ കാര്യങ്ങളൊന്നും അല്ല. ഇപ്പോഴത്തെ സ്റ്റേജാണ് നിങ്ങളെ കാണിച്ചത്. ഇനി നേരെ പെയിൻറ്റ് വർക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. അതേപോലെ ഇൻറ്റീരിയർ കൊണ്ട് ഡോർ പേഡുകൾ, റൂഫ് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. പിന്നെ ഇതിൻ്റെ പെയിൻറ്റ് വരുന്നത് ദുബായിൽ നിന്നാണ്. നമ്മൾ അനിലേട്ടം ഇതിൻ്റെ പെയിൻറ്റ് കാര്യങ്ങളൊക്കെ അവിടെ ദുബായിൽ വാങ്ങി വെച്ചിട്ടുണ്ട്. കാരണം ഒരു സ്പെഷ്യൽ കളർ തന്നെയാണ് അടിക്കാൻ പോകുന്നത്. ഏറ്റവും നല്ല കോസ്റ്റ് വരുന്ന സംഭവങ്ങൾ തന്നെയാണ് ഈ ഒരു വാഹനത്തിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ വരും അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അധികം വൈകാതെ കാണാം. താങ്ക്